നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. പ്രതീക്ഷകളുടെ മനക്കോട്ടയിലാണ് മുന്നണികൾ. മത്സരം കടുത്തെന്ന് വിലയിരുത്തുന്ന UDF-നും LDF-നും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പിടിക്കുന്ന വോട്ടുകളാണ് ആശങ്ക. ആര്യാടൻ ഷൗക്കത്തിന് 10,000-നും 15,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷമാണ് UDF കണക്കൂട്ടൽ. മുന്നണി ഐക്യം പതിവിനേക്കാൾ പ്രകടമായെന്നാണ് കോൺഗ്രസ് ക്യാമ്പ് വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് നയിച്ച പ്രചാരണത്തിലൂടെ അവസാന നിമിഷം മത്സരം പ്രവചനാതീതമാക്കാൻ സാധിച്ചെന്ന വിലയിരുത്തലാണ് LDF. സർക്കാർ വിരുദ്ധ വികാരം പ്രകടമായില്ല. UDF-ന്റെ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി അവരുടെ ബന്ധം ഭൂരിപക്ഷ ക്രിസ്ത്യൻ സമുദായങ്ങളെ സ്വാധീനിച്ചാൽ നില കൂടുതൽ ഭദ്രമാകുമെന്നും CPM കണക്കൂട്ടുന്നു. മണ്ഡലത്തിൽ 7 പഞ്ചായത്തും 1 മുനിസിപ്പാലിറ്റിയുമുണ്ട്. ഇതിൽ ഭരണത്തിലുള്ള 5 പഞ്ചായത്തുകളിൽ മേൽക്കോയ്മ നേടാൻ കഴിയുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. LDF അധികാരത്തിലുള്ള 2 പഞ്ചായത്തിലും നിലമ്പൂർ നഗരസഭയിലും വോട്ട് ചോർച്ച തടയുന്നതിനോടൊപ്പം UDF പഞ്ചായത്തുകളിൽ വോട്ട് വിഹിതം ഉയർത്തുവാനുള്ള അവസാന ഘട്ട തന്ത്രങ്ങളിലാണ് CPM. വോട്ട് വിഹിതത്തിലെ വർധനമാണ് NDAയുടെ ഏക ലക്ഷ്യം. അതേസമയം 10% വോട്ടെങ്കിലും പിടിക്കുമെന്നാണ് അൻവർ ക്യാമ്പിന്റെ അവകാശവാദം. മുന്നണി വോട്ടുകൾ ചോരില്ലെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും അനുഭാവി വോട്ടുകളിൽ ഒരു പങ്ക് അൻവറിലേക്ക് ചായുമോ എന്നതാണ് കോൺഗ്രസിന്റെയും CPM-ന്റെയും ഭയം. 10,000-ഓളം വോട്ടുകൾ അൻവർ പിടിച്ചാലും അത്ഭുതപ്പെടേണ്ടെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. UDF-ന് മേൽക്കൈയുണ്ടെന്ന പ്രതീതി അടിയൊഴുക്ക് കുറയ്ക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. സർക്കാർ വിരുദ്ധ വികാരം വേണ്ടത്ര ചർച്ചയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും CPM സൃഷ്ടിച്ച വിവാദങ്ങളുടെ കെണിയിൽ വീണെന്നുമുള്ള സ്വയം വിമർശനവും UDF-ലുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണാം.